ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സ്റ്റോളൻ എന്ന് പറഞ്ഞൊരു ഡ്രാമയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ് വാസ് റിട്ടൺ ബൈ ജെയിൻ ഹാരിസൺ. അപ്പോൾ ജെയിൻ ഹാരിസൺ എന്ന് പറഞ്ഞൊരു ഓസ്ട്രേലിയൻ അബോറിജിനൽ റൈറ്ററാണ്. അപ്പോൾ ഈ ഒരു വർക്ക് അല്ലെങ്കിൽ ആ ജെയിൻ ഹാരിസൺ എന്ന് പറഞ്ഞ റൈറ്റർ എന്ന് പറയുന്നത് അബോറിജിനൽസിന് വേണ്ടി, അതായത് ഓസ്ട്രേലിയയിലുള്ള ഒറിജിനൽ ഇൻഹാബിറ്റൻസ് ആയ ട്രൈബൽസിന് വേണ്ടി എഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനത്തുള്ള ഒരു ഡ്രാമയാണ് സ്റ്റോളൻ എന്ന് പറയുന്നത്. ഈ പ്ലേ എന്ന് പറയുന്നത് സ്റ്റോളൻ ജനറേഷൻ ആ ഒരു ടേമുമായിട്ട് റിലേറ്റഡ് ആണ്. സ്റ്റോളൻ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ആദിവാസി കുഞ്ഞുങ്ങളെ അവരുടെ ലാൻഡിൽ നിന്ന് ഫോഴ്സ്ഫുള്ളായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് റിമൂവ് ചെയ്യുന്നു അവരുടെ ഫാമിലീസിൻ്റെ അടുത്ത് നിന്നും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവരെ വേറെ പുതിയ ഫാമിലിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരവിടുത്തെ തന്നെ വൈറ്റ് ഓസ്ട്രേലിയൻസുമായിട്ട് ഇഴുകിച്ചേരാൻ വേണ്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ആദിവാസി കുഞ്ഞുങ്ങളെ അവരുടെ യഥാർത്ഥ ഫാമിലികളിൽ നിന്ന് ഫോഴ്സ്ഫുള്ളായിട്ട് മാറ്റി വേറെ ഫാമിലി വൈറ്റ് ഓസ്ട്രേലിയൻസിൻ്റെ കൂടെ ഇട്ട് താമസിപ്പിക്കുകയാണ്. അങ്ങനെ പോയ ആ ഒരു ജനറേഷനെയാണ് സ്റ്റോളൻ ജനറേഷൻ എന്ന് പറയുന്നത്. അവരുടെ ലൈഫിനെയും അവരുടെ കൾച്ചറിനെയും അവരുടെ ഫാമിലിയും അവരുടെ ട്രഡീഷനെയൊക്കെ വിട്ട് അവരെ കട്ടെടുത്തുകൊണ്ട് പോയി വേറൊരു ഫാമിലിയിലോട്ട് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ശരിക്കും ചെയ്ത കാര്യമാണ് 19th സെഞ്ചുറിയിൽ, അതായത് 1970s. ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ ഇതിനെ ഈ ഒരു കാര്യത്തിനെ ന്യായീകരിച്ചാണ് പറഞ്ഞേക്കുന്നത്. കാരണം എന്താ, ഈ ആദിവാസി കുഞ്ഞുങ്ങൾക്ക് ബെറ്റർ ലൈഫ് വേണം, അവർക്ക് കുറച്ച് സിവിലൈസ്ഡ് ആയിട്ടുള്ള ലൈഫ് വേണം. സോ അതുകൊണ്ട് അവരെ മെയിൻ സ്ട്രീം ഓസ്ട്രേലിയൻ സൊസൈറ്റിയിലോട്ട് പറിച്ചു നടുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് സൊസൈറ്റിയിൽ ഈ അബോറിജിനൽ പിള്ളേരെ നല്ല അവരെ ഇനി അറിയപ്പെടേണ്ടത്, അവരിനി വൈറ്റ് ഓസ്ട്രേലിയൻസ് ആയിട്ട് ജീവിക്കണം എന്ന് പറയുവാണ്. അങ്ങനെ അതിനുവേണ്ടി ഗവൺമെൻറ് ഒരുപാട് ക്രൂവലായിട്ടുള്ള മെഷേഴ്സൊക്കെ എടുത്ത് അതായത് അവരുടെ സ്വന്തം ഫാമിലിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ എല്ലാം അകറ്റി. ഓക്കെ, അപ്പം അവരുടെ അമ്മമാരിൽ നിന്നും ഒക്കെ മാറ്റി ഇവരെ ഫോസ്റ്റർ ഹോമിലോട്ട് അല്ലെങ്കിൽ വെൽഫെയർ ഹോമിലോട്ടൊക്കെ മാറ്റി. 18 വയസ്സ് വരെ അവരെ അവിടെ നിൽക്കാൻ സഹായിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഡൊമസ്റ്റിക് ജോബ്സ് അല്ലെങ്കിൽ വേറെ ജോലികളിലൊക്കെ ട്രെയിനിങ് കൊടുത്തു. അവരെ 18 വയസ്സ് കഴിയുമ്പം വീട്ടിൽ നിന്ന് ഈ വെൽഫെയർ ഹോംസിൽ നിന്ന് പറഞ്ഞു വിടും. പിന്നെ അവർ ഓണായിട്ട് ജീവിക്കണം. സോ ആ സമയത്ത് ഇവരൊരു ലോസ് ഓഫ് ഐഡന്റിറ്റി, അവർക്ക് സ്വന്തമായിട്ട് അറിയത്തില്ല അവർ ആരാണ്, അവർ വൈറ്റ് ഓസ്ട്രേലിയൻ ആണോ അബോറിജിനൽ ഓസ്ട്രേലിയൻ ആണോ എന്ന് അറിയത്തില്ല, പേരൻസ് ഇല്ല, സെൻസ് ഓഫ് ബിലോങ്ങിങ് ഇല്ല. അവരെ ഹാഫ് വൈറ്റ് എന്നും ഒക്ട്രൂൺസ് എന്നും ഒക്കെ അവരെ വിളിക്കാൻ തുടങ്ങി, അവരുടെ കളറിനെ ബേസ് ചെയ്തിട്ട്. മെയിൻ സ്ട്രീം ലൈഫിലോട്ട് അവരെത്തിയപ്പോഴാണ് അവർക്ക് സോഷ്യലിയും ഇമോഷണലിയും കൾച്ചറലിയും അവർക്ക് വളരെയധികം ലോൺലിനെസ് ഫീൽ ചെയ്തത്. ഇവരെയാണ് എങ്ങും പെടാത്ത ഈ ഒരു ജനറേഷനെയാണ് സ്റ്റോളൻ ജനറേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു ഡ്രാമ ഒരു 5 പിള്ളേരെ കുറിച്ച് പറയുവാണ്. ഇങ്ങനെ വീട്ടിൽ നിന്നും ഫോഴ്സ്ഫുള്ളായിട്ട് ഗവൺമെൻറ് മാറ്റിയ ഒരു 5 പിള്ളേരെ കുറിച്ചാണ് പറയുന്നത്. സോ ഫസ്റ്റ് തുടങ്ങുന്നത് ഒരു സ്റ്റേജ് സെറ്റിങ്ങിൽ നിന്നാണ്. 5 അയൺ ബെഡ് പഴയത് കിടക്കുവാണ്. 5 ക്യാരക്ടേഴ്സിന്റെ 5 ബെഡ് കിടക്കുന്ന സ്ഥലം. സോ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു ചിൽഡ്രൻസ് ഹോം ആണോ, പ്രിസൺ സെല്ലാണോ, ഒരു മെന്റൽ അസൈലമാണോ, ഒരു പെൺകുട്ടിയുടെ ബെഡ്റൂം ആണോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്തത്ര രീതിയിൽ ഒരു മോശമായിട്ട് കിടക്കുവാണ്. നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പ്ലേ തുടങ്ങുമ്പോൾ 5 ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് സ്യൂട്ട് കേസുമായിട്ട്. അവർ സംസാരിക്കുന്നു, നടക്കുന്നു, അമ്മയെക്കുറിച്ച് പറയുന്നു, വീട്ടുകാരെ കുറിച്ച് പറയുന്നു. അവരുടെ വോയിസ് ഫുള്ള് ഹോപ്പാണ്. അവരുടെ ഫ്യൂച്ചർ ലൈഫിനെ കുറിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്ന നമ്മുടെ ആ ഒരു സ്റ്റോളൻ ജനറേഷനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. 5 പിള്ളേരുടെ മെമ്മറീസിലൂടെയാണ് കഥ പറഞ്ഞു പോകുന്നത്. മിസ് പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ ഇതുപോലെ സ്യൂട്ട് കേസും ക്യാരി ചെയ്ത് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ഈ സ്റ്റോളൻ ജനറേഷൻ എന്താണെന്ന് മിസ് പറഞ്ഞു. എങ്ങും ഒരു ഐഡന്റിറ്റിയിലും പെടാതെ എവിടെ നിൽക്കണം എന്ന് അറിഞ്ഞുകൂടാത്ത കുറേ ആളുകൾ 18 വയസ്സാകുമ്പോൾ അവരെ പറഞ്ഞു വിടുന്നു റിയൽ ലൈഫിലോട്ട്. അവരെ പല പേരുകളിലൂടെ അറിയപ്പെടുന്നുണ്ട്. ഹാഫ് വൈറ്റ് എന്നും ക്വാഡ്രൂൺസ് എന്നും ഒക്ട്രൂൺസ് എന്നും ഒക്കെ അവരുടെ കോംപ്ലക്ഷനെ ബേസ് ചെയ്ത്. അച്ഛനും ഇല്ല, അമ്മയില്ല, ഫാമിലിയും ഇല്ല, കൾച്ചർ ഏതാണെന്ന് അറിയത്തില്ല. ഇങ്ങനെ എവിടെയും ബിലോങ് ചെയ്യാത്ത ആളുകളെയാണ് സ്റ്റോളൻ ജനറേഷൻ എന്ന് പറഞ്ഞത്. റൂബിയും ആനാണ് മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത്. റൂബിയെ അവളുടെ അമ്മയുടെ അടുത്തുനിന്ന് ഫോഴ്സ്ഫുള്ളി റിമൂവ് ചെയ്യാണ് ഗവൺമെൻറ്. അവളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിസാസ്ട്രസ് ആയിരുന്നു. ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫാമിലിയാണ് ഇവർക്ക് കിട്ടിയത്. വൈറ്റ് ഫാമിലി ആയിരുന്നു. വളരെയധികം ടോർച്ചർ ചെയ്തൊരു ഫാമിലി ആയിരുന്നു റൂബിയുടെ ഇത്. ഡൊമസ്റ്റിക് വയലൻസ് ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വന്നു. ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇവർക്ക്.
ആരും ഇല്ലായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി കരയുന്നുണ്ടായിരുന്നു. ഇമോഷണലി ഫിസിക്കൽ സെക്യൂരിറ്റി ഇവൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അവൾ പതുക്കെ മാഡ്നസ്സിലോട്ട് പോയി. സെക്കൻഡ് ക്യാരക്ടർ ആൻ എന്നാണ്. ആൻ വളരെ കംഫർട്ടബിൾ ലൈഫാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വെൽത്തി വൈറ്റ് കപ്പിളായിരുന്നു ഇവളെ അഡോപ്റ്റ് ചെയ്ത് ഗുഡ് എഡ്യൂക്കേഷനൊക്കെ പ്രൊവൈഡ് ചെയ്തു. ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്ബ്രിങ്ങിങ് ആയിരുന്നു ഇവൾക്ക് കിട്ടിയത്. അവൾക്ക് സ്വന്തമായിട്ട് റൂമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവളുടെ സ്വന്തം അമ്മയ്ക്ക് മരിക്കാറായി കിടന്നപ്പോൾ അവർക്ക് അവളെ കാണണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവൾ അറിയുന്നത് ഇവളുടെ അമ്മ ഒരു ആദിവാസി സ്ത്രീയാണെന്നും ഇത് അഡോപ്റ്റഡ് പേരൻസ് ആണെന്നും. ഇവൾ വളരെയധികം ഷോക്ക്ഡായി. ഇവൾ ഒരു ഐഡന്റിറ്റിയിൽ പെട്ടെന്ന് കോട്ടപ്പായി. ഒന്ന് വൈറ്റ് വേൾഡും അടുത്തത് അബോറിജിനൽ വേൾഡും. അഡോപ്റ്റീവ് പേരൻസിൻ്റെ അടുത്ത് പോകണോ അതോ റിയൽ അമ്മയുടെ അടുത്ത് പോകണോ എന്ന് ഇവൾക്ക് ആകെ കൺഫ്യൂഷനായി. ഇവൾക്ക് പക്ഷെ കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് അഡോപ്റ്റീവ് പേരൻസ് ആണ്. കാരണം അവർക്ക് പൈസയുണ്ട്, ഇത്രയും സൗകര്യങ്ങൾ കൊടുത്തു. തിരിച്ചങ്ങോട്ട് പോകാൻ ഇവർക്ക് പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഇവള് ഒരു കോൺഫ്ലിക്റ്റിൽ അകപ്പെട്ട പോലെയായി ഇവളുടെ മൈൻഡ്. വൈറ്റ് ഫാമിലിയുടെ അടുത്ത് പോകണോ അതോ റിയൽ ഫാമിലിയുടെ അടുത്ത് പോകണോ എന്ന്. വൈറ്റ് ഫാമിലിയുടെ കൂടെ നിൽക്കേണ്ട, അതായത് വൈറ്റ് ഫാമിലി അല്ലെങ്കിൽ വൈറ്റ് പീപ്പിൾ ഇവളുടെ ആദിവാസി അവളുടെ ആ കമ്മ്യൂണിറ്റി ഒരുപാട് പീഡിപ്പിച്ചിട്ടുള്ളതൊക്കെയാണ്, ആളുകളെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് അവൾക്ക് റിയൽ ഫാമിലിയുടെ അടുത്തോട്ടുണ്ട്. പക്ഷേ ഇവൾക്ക് ഐഡന്റിറ്റി കൊടുത്തത് ആരാണ്? ഇവളുടെ വൈറ്റ് ഫാമിലിയാണ്. സോ എങ്ങോട്ട് പോകണം എന്നറിയാതെ ഹൂ ആർ യു എന്നുള്ള ക്വസ്റ്റ്യനോട് കൂടി ആൻ ഇങ്ങനെ ഡ്രാമയുടെ എൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ്, എവിടെ പോകണം എന്ന് അറിഞ്ഞുകൂടാതെ. സോ ഇതാണ് സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 5 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? സാൻഡി, റൂബി, ജിമ്മി, ആന്, ഷേർലി. ആനും റൂബിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. സ്റ്റോളൻ ജനറേഷൻ എന്താണെന്ന് ചോദിക്കാം. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷനിലോട്ട് പോകുമ്പോൾ എന്ത് കോൺഫ്ലിക്റ്റ് ആണ് ആനിയുടെ ക്യാരക്ടർ ഫേസ് ചെയ്യുന്നത് ഞാനിപ്പോൾ പറഞ്ഞു തന്നു. റൂബിയുടെ പെയിൻഫുൾ മെമ്മറി എന്താണ്? റൂബിക്ക് ഒരുപാട് പന്ന മെമ്മറീസ് ആണുള്ളത്. വൈറ്റ് ഫാമിലി നല്ലൊരു ഉപദ്രവിക്കായിരുന്നു, ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ട്, ആ കാര്യങ്ങൾ പറയുക. ഓക്കെ, പിന്നെ ആനിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നോക്കി വെക്കുക. മിസ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, വേറെ വലുതായിട്ട് പുതിയതായിട്ടൊന്നും പറയാനില്ല. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സോ ആസ്ക് ഇൻ ദി കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.